الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും സാഹചര്യങ്ങളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി മുറുകെ പിടിച്ചുകൊണ്ട് ഇരു ലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും കാരുണ്യത്തിനും അർഹരാവുന്ന വിധം മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും വളരെ ശക്തമായ ഭാഷയിൽ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരായി ജീവിച്ച് തഖ്വയോടുകൂടെ തന്നെ മരിച്ച് മുത്തഖീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. രാവിൻ്റെയും പകലിൻ്റെയും രൂപത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ. രാവിലെയും പകലിനെയും മാറ്റി മാറ്റി മനുഷ്യർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ജീവിതാവധിയെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് ഗുണപാഠമുണ്ട്. ദഖാത്തു ഖൽബുൽ മർഇ ഖായിലത്തുൻ ലഹു. നമ്മുടെ മുമ്പിലും പിന്നിലുമായി സ്ഥാപിച്ചിട്ടുള്ള ക്ലോക്കുകൾ, വാച്ച് നമ്മോട് വിളിച്ചു പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ ഓരോ മിടിപ്പും നമ്മെ ഉണർത്തുന്നത്, ഇന്നൽ ഹയാത്ത, തീർച്ചയായും ഈ ജീവിതമെന്ന് പറയുന്നത് നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളുമാണ്. അത് ഓരോ സെക്കൻഡും കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായി പരലോക സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നു. ഈ കാര്യം മറന്നു പോവാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോ പ്രഭാതവും
ഓരോ ദിവസവും വിളിച്ചു പറയുന്നു, യബ്ന ആദം, ആദമിന്റെ മകനെ, ഹാദാ യൗമുൻ ജദീദ്, ഇതൊരു പുതിയ ദിവസമാണ്, ഇത് നിനക്ക് അല്ലാഹു അനുവദിച്ചിട്ടുള്ള ഒരു പുതിയ ദിവസമാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷി പറയാൻ വരുന്ന ഒരുപാട് സാക്ഷികളിൽ ഒന്ന് ഞാനായിരിക്കും. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക്, ഇന്നത്തെ കർമ്മങ്ങൾക്ക് ഇന്ന് സാക്ഷിയാണെങ്കിൽ ഇന്നലത്തെ കർമ്മങ്ങൾക്ക് ഇന്നലെ സാക്ഷിയാണ്. അതുകൊണ്ട് ഫതസവ്വദ്, നീ എന്നെ ശരിക്ക് ഉപയോഗപ്പെടുത്തണം. കാരണം അതാണ് വിജയ പരാജയത്തിന്റെ മാനദണ്ഡം. മരണസമയത്ത് സന്തോഷ സന്താപങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മാനദണ്ഡം അവർക്ക്, എനിക്കും നിങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ ദിവസത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ്. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ സലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും മലക്കുകൾ. ഇതൊക്കെ നമ്മൾക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ മറന്നു പോവാതെ ഈ സംഗതി നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. പ്രാർത്ഥന നമുക്ക് നൽകുന്ന ഒരു ദിശാബോധമുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് കേവല പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല ഇസ്ലാമിൽ പ്രാർത്ഥന ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രാർത്ഥനയിൽ രണ്ട് വശമുണ്ട്. അള്ളാഹുവിനോടുള്ള വശമുണ്ട്, നമ്മോടുള്ള വശമുണ്ട്. ഒരു ഉദാഹരണം പറയാം. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതന. അത് അള്ളാഹ്ക്കുള്ളതാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതന, ഞങ്ങൾ മരിച്ചു കിടന്നതിന് ശേഷം വീണ്ടും ജീവൻ നൽകി അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹിനോട് അങ്ങട്ടാ. ബാക്കി എന്താ? വ ഇലൈഹിൻ നുശൂർ, അത് എന്നോടാണ്. നിനക്കൊരു മടക്കമുണ്ട്. ഇന്ന് നീ ഉണർന്നെങ്കിലും ഉണരാത്തൊരു ഉറക്കം, ഒരു മടക്കം നിനക്കുണ്ട് എന്ന് എന്നോടാണ്, അള്ളാഹിനോടല്ല. വ ഇലൈഹിൻ നുശൂർ. അപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന് ദിശാബോധം നിശ്ചയിക്കുകയാണ്. എന്തിനാണ്? ഒരു ദിവസം കൂടി എനിക്ക് ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു, അത് ഞാൻ എന്തിനാ വിനിയോഗിക്കേണ്ടത്? വ ഇലൈഹിൻ നുശൂർ, അവനിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ ഒരു സമ്പാദ്യമാക്കി ഈ ദിവസത്തെ മാറ്റണം എന്ന ദിശാബോധമാണ് പ്രാർത്ഥനയുടെ അവസാന ഭാഗം നമ്മൾക്ക് നൽകുന്നത്. ഒരാൾ മരിച്ചുപോയി എന്ന് കേട്ടാൽ നമ്മളെ നാട്ടിൽ ഇന്നാലില്ലാഹി പറയണമെങ്കിൽ ഒരാൾ മരിക്കന്നെ വേണം. അതിൽ കുറഞ്ഞതിനൊന്നും നമ്മൾ പറയില്ല. സത്യത്തിൽ ഖുർആൻ അങ്ങനല്ല പറഞ്ഞത്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, എന്തൊരു വിപത്ത്, കരണ്ടാണ്ട് പോയി, ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ കരണ്ട് പോയാൽ എന്താ പ്രാർത്ഥന? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാരോടാ? നമ്മളോടാണ്. വ ഇലൈഹി റാജിഊൻ. ഈ കരണ്ട് പോയതുപോലെ മുന്നറിയിപ്പില്ലാതെ, ഒരു പക്ഷേ പോകുന്ന യാതൊരു അടയാളവുമില്ലാതെ എന്റെ ജീവൻ നഷ്ടപ്പെടും. കാറ്റും മഴയും ഇടിയും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കരണ്ട് പോകുമെന്ന് പ്രതീക്ഷിക്കും. എന്നാൽ ഒന്നുമില്ലാതെ കരണ്ട് പോകല്ലേ? അതന്നെ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെ മരണത്തെപ്പറ്റി നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു ജീവിതം എന്നത്, ഒരു ദിവസം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക ജീവിതത്തിന് അധ്വാനിക്കുന്നതിന്റെ അടിസ്ഥാന യൂണിറ്റാണ്. ഒരു ദിവസത്തിന്റെ വ്യത്യസ്ത സമയങ്ങൾക്ക് വ്യത്യസ്ത മൂല്യമാണ്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ട ബാധ്യത വ്യത്യസ്തമാണ്. വ്യത്യസ്ത സമയത്ത് ചെയ്യേണ്ട ഇബാദത്തുകൾ നിരവധിയാണ്. അങ്ങനെ ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തണം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത് നരകമോചനമാണ്. ഒരു വിശ്വാസി ഉണർന്ന് എഴുന്നേറ്റ് അള്ളാഹുവിനോട് ഇങ്ങോട്ട് ചോദിക്കുന്ന ആദ്യത്തെ സംഗതി ഫഖിനാ അദാബന്നാർ. എപ്പോഴാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ ഉടനെ ഒരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ, ഒന്നാമത്തെ ദുആ. രണ്ടാമത്തെ പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി. അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ റദ്ദ അലയ്യ റൂഹി, എന്റെ ആത്മാവിനക്ക് തിരിച്ചു തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എത്ര ആള് ഉറങ്ങിയിട്ട് എണീക്കാത്തതുണ്ട്? നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതാണത്രേ, രാവിലെ എഴുന്നേൽക്കാതെ വന്നപ്പോ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കണത്. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹു ഉറക്കിൽ പിടിച്ചു വെച്ച ആത്മാവിനെ തിരിച്ചു കൊടുത്തില്ല, നമുക്ക് തിരിച്ചു കിട്ടി. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി.
വആഫാനി ഫീ ജസദി, എന്റെ ശരീരത്തിന് നവോന്മേഷം നൽകി. വഅദിനലി ബിദിക്രിഹി, ഈ പ്രാർത്ഥന പറയാൻ എനിക്ക് തോന്നിപ്പിച്ചു, എനിക്ക് തൗഫീക്ക് നൽകി. അങ്ങനത്തെ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. രണ്ടാമത്തെ പ്രാർത്ഥന. പിന്നെന്താ പരിപാടി? എഴുന്നേറ്റിരുന്ന് ആകാശത്തേക്ക് നോക്കി മുഖവും കണ്ണും തടവി ഉറക്കത്തിന്റെ ആലസ്യം കളയുന്നതിനിടയിൽ ആലു ഇമ്രാൻ 190 മുതൽ 194 വരെയുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നു. സുന്നത്ത പഠിക്കണം, പകർത്തണം, എണീറ്റാണ്ട് ഓടുകയല്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. ആ ആയത്തൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി. അതിന്റെ രണ്ടാമത്തെ ആയത്ത് അവസാനിക്കുമ്പോ ഒരു വിശ്വാസി അള്ളാഹിനോട് ആദ്യമായിട്ടൊരു ദിവസം ആവശ്യപ്പെടുന്നത് ഫഖിനാ അദാബന്നാർ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനാണ് ജീവിക്കുന്നത്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയാൽ ഒരു വിശ്വാസി തേടുന്നതും തേടേണ്ടതും അധ്വാനിക്കുന്നതും അധ്വാനിക്കേണ്ടതും നരകമോചനമാണ്. ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഒരു ദിവസം അവസാനിപ്പിക്കുമ്പോഴോ അവസാനത്തെ പ്രാർത്ഥന ഏതാ? ഇന്ന് നമുക്ക് പ്രാർത്ഥന അല്ലല്ലോ. ഇന്ന് നമ്മൾ കേരളീയർ കിടന്നുറങ്ങുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും നടന്ന പ്രധാനപ്പെട്ട ഒരു ക്രൈമിന്റെ വിശദീകരിച്ച ചർച്ച കേട്ടുകൊണ്ടാണ്, അല്ലേ? എന്തെങ്കിലും ഒരു തോന്നിയാസല്ലാത്ത ദിവസം ഉണ്ടാവില്ലല്ലോ. അതാണല്ലോ അന്ത്യചർച്ചക്ക് വിഷയം. അത് കേട്ട് ഭയപ്പാടോടുകൂടിയാണ് കേരളീയൻ ഇന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാനടി ചെന്നാൽ ഉറക്കം തന്നെ സഹോദരന്മാരൊരു തമാശല്ല. ഇദാ ആശൽ ഫതാസിത്തീന അമാ ഫനിസ്ഫുൽ ഉംരി യംഹഖുഹുൽ ലയാലി. അല്ലാഹു പറഞ്ഞു, ഒരു മനുഷ്യൻ 60 വർഷം ജീവിച്ചാൽ 30 വർഷം രാത്രിയാ. നിസ്സാര സംഗതിയാണോ അത്? ആ 12 മണിക്കൂറിൽ ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങാത്തവരുണ്ടോ? ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ 1/3 ഭാഗം ഉറങ്ങിപ്പോവുകയാണ്. അത് ഉറങ്ങി തീർക്കാനുള്ളതല്ല, ഉറങ്ങണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം. ഉറക്കം ഒരു പുണ്യകർമ്മമാക്കണം. അതിനൊരുപാട് സുന്നത്തുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഒരു മുസ്ലിമിന്റെ ഉറക്കം. ആ ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും ചൊല്ലേണ്ട പ്രാർത്ഥനകളും ഓതേണ്ട ഖുർആന്റെ ഭാഗങ്ങളൊക്കെ ഓതി അവസാനം വലത് കൈ വലത് കവിളിൽ വെച്ച് വലത് ഭാഗത്തേക്ക് കബറിൽ കിടക്കുന്നത് പോലെ ചെരിഞ്ഞു കിടക്കുമ്പോ നബി തിരുമേനി പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബി ഖിനി അദാബക് യൗമ തബ്അസു ഇബാദക്. റബ്ബി, എന്റെ റബ്ബേ, ഖിനി, നീ എന്നെ കാക്കണം. ആരായി പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരാ പ്രവാചകൻ? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമാ. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരു മനുഷ്യൻ, മഖാമം മഹ്മൂദ് എന്ന ഒരേ ഒരു മനുഷ്യന് മാത്രം ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ സ്വർഗം അല്ലാഹ് വാഗ്ദാനം ചെയ്ത മനുഷ്യൻ, എല്ലാ രാത്രിയും തന്റെ പൊട്ടിയൊലിക്കുന്ന ചോർന്നൊലിക്കുന്ന കൂരയിൽ വലത് കൈ വലത് കവിളിൽ വെച്ച് ചെരിഞ്ഞു കിടക്കുമ്പോ അള്ളാഹിനോട് ചോദിച്ചത്, റബ്ബി, എന്റെ റബ്ബേ, ഖിനി, നീ എന്നെ കാക്കണം, അദാബക, നിന്റെ ശിക്ഷയിൽ നിന്ന്, യൗമ തബ്അസു ഇബാദക്, നീ നിന്റെ അടിമകളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം. നരകമോചനം ചോദിച്ചിട്ടാണ് ഒരു ദിവസത്തിന്റെ തിരശീല താഴ്ത്തുന്നത്. നോക്കൂ നിങ്ങൾ, അതിനെന്ത് വേണം? ഏത് പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് കിട്ടാൻ ആവശ്യമായ പ്രവർത്തനം നമ്മൾ ചെയ്യണം. സംശയമില്ലല്ലോ? ഇല്ല. കുട്ടി ഉണ്ടാവണം, കല്യാണം കഴിക്കാതെ ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവൂല. എന്നിട്ട് പ്രാർത്ഥിക്കണം. നരകമോചനമാണോ വേണ്ടത്? അതെ. അധ്വാനിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അതിനോരോ ദിവസവും നമ്മൾ എങ്ങനെ ചെലവഴിക്കണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. ഇപ്പൊ രാവും പകലുമാണ്, പകലും രാവും അല്ല. ഖുർആൻ എപ്പോഴും രാത്രിനെയാണ് മുന്തിച്ച് പറയാം. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ഇപ്പൊ ഞാൻ ഓതിയ ആയത്ത്, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല. എവിടെ നോക്കിയാലും രാവിനെയാണ് മുന്തിച്ച് പറയാം. എന്താ കാര്യം? രാത്രി ആത്മപ്രധാനമാണ്, പകൽ ശരീരപ്രധാനമാണ്.
മനസ്സിലായില്ല. വജഅൽനാ നൗമക്കും സുബാത വജഅൽനാ ലൈല ലിബാസ വജഅൽനാ നഹാറ മആശ. രാത്രി വിശ്രമാവസ്ഥയാണ്. ദുനിയാവിന് വിട പറയുന്ന, ദുനിയാവിന് വിട കൊടുക്കും. സ്വാഭാവികമായി പരലോകത്തെ മുഖവിലക്കെടുക്കും, എടുക്കണം. പകല് പരലോകത്തിനല്ല, ദുനിയാവിന് മആശ, മഈശത്ത്, ജീവിത സന്ധാരണ വേള. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ ജീവജാലങ്ങളും കൂട്ടിൽ നിന്ന് പുറത്തു പോവാനുള്ള ആഗ്രഹമാണ് കാണിക്കുക. വൈകുന്നേരം ആ ജീവികളൊക്കെ കൂട്ടിലേക്ക് മടങ്ങി വരാനാണ് ആഗ്രഹിക്കുക. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് രാത്രിയേക്കാൾ കൂടുതൽ പകലാണ്. പകലിനേക്കാൾ പ്രധാനം രാത്രിക്കാണ്. അതുകൊണ്ടായിരിക്കാം അല്ലാഹു അലം പരിശുദ്ധ ഖുർആൻ ദിവസത്തെ പറ്റി പറയുമ്പോൾ രാത്രിയാണ് മുന്തിച്ച് പറയുക. സ്വാഭാവികമായി നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത് ഉണരുന്നതോടുകൂടിയാണ്. ആദ്യത്തെ പ്രവർത്തനം, ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു ദിവസത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഒരു 4 മണി സമയത്ത് ഒരു വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീട് ഹിന്ദുക്കളെ വീടാ. കാരണം അവിടെ പശുവിനെ കറക്കാനുണ്ടാവും. രാത്രി 8 മണിക്കും എഴുന്നേൽക്കാത്ത വീട് ആരുടെ വീടാ? നമ്മളെ വീടാ. നമ്മളെപ്പോഴാണ് നീക്കേണ്ടത്? സഹോദരന്മാരെ, രാത്രി 3 ഭാഗമാക്കണം. 2 ഭാഗം ഉറങ്ങണം, 1 ഭാഗം എഴുന്നേറ്റ് നമസ്കരിക്കണം. 3-ൽ 2 ഭാഗം, 1 ഭാഗം അള്ളാഹ്ക്ക് മാറ്റി വെക്കണം. എന്തിന്? അള്ളാഹു 1-ാം ആകാശത്തേക്ക് വരുന്നു. ആരാ സഹോദരന്മാരെ വരുന്നത്? വീട്ടിൽ പോയി ഒരു പെന്നും കടലാസും എടുത്തിട്ട് 23 ഇടുക. അവിടെ കുട്ടികളുണ്ട്, ചോദിച്ചു നോക്കി അവരോട്. 23 ഇടുക, എന്നിട്ട് 23 പൂജ്യം ഇടുക. എത്രയെ വായിക്കാന്ന് എനിക്കറിയില്ല. 23 ഇട്ടിട്ട് 23 പൂജ്യം ഇടുക. അതാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം. കുട്ടികൾ പറയട്ടെ തെറ്റാന്ന്? ആ ഓരോ കോശത്തിലേക്കും 55 വയസ്സായി എനിക്ക്. 55 കൊല്ലമായി എന്റെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും നിർബാധം തുടർച്ചയായി രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ഈ ഭാഗത്തേക്ക് രക്തം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയും സ്ട്രോക്കാണ്. ഉണ്ടായിട്ടില്ലല്ലോ, ഇല്ല. ഇന്ത്യ ഉണ്ടാവാജു അള്ളാന്റെ കാരുണ്യമാണ്. ആ അള്ളാഹു 1-ാം ആകാശത്ത് എന്നെ തെരഞ്ഞു വരുന്നു. എങ്ങനെ സഹോദരന്മാരെ? പടച്ചോനെ പറ്റി ചിന്തയുള്ള ഒരു മനുഷ്യന് ഇന്നത്തെ ബാങ്കിന്റെ സമയമനുസരിച്ച് 4 മണിക്ക് ശേഷം ഉറങ്ങാൻ പറ്റുക? ആരാ വരുന്നത്? അള്ളാഹു. എവിടെ? 1-ാം ആകാശത്ത്. ആരെ തെരഞ്ഞിട്ട്? എന്നെയും നിങ്ങളെയും തെരഞ്ഞിട്ട്. എന്തിനാ വരുന്നത്? എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോവാനാണോ? അല്ല, ഇങ്ങോട്ട് തരാൻ. എന്താ തരുന്നത്? ഹൽ മിൻ സായിലിൻ ഹൽ മിൻ മുസ്തഗ്ഫിരിൻ. ആർക്കാ എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോളി, ഞാൻ തരട്ടോ. സഹോദരന്മാരെ, അള്ളാഹ്ക്ക് എന്ത് ബാധ്യത ഉണ്ട്? ഇങ്ങോട്ട് വരേണ്ട ബാധ്യത? നമ്മൾ അങ്ങോട്ട് പോകല്ലേ വേണ്ടത്? അള്ളാഹ് ഇങ്ങോട്ട് വരുന്നു. എല്ലാ ദിവസവും രാത്രി 3-2 ഭാഗം കഴിഞ്ഞ് സഹോദരന്മാരെ ആ സമയത്ത് എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് പടച്ചവനെ സ്വീകരിക്കാൻ, പടച്ചവനെ കാണാൻ ഒരുങ്ങാൻ എത്ര ആൾക്ക് സാധിക്കുന്നുണ്ട്? കണ്ണൂർ എയർപോർട്ട് വന്നു. അതിന്റെ മുമ്പ് നിങ്ങൾ ഇറങ്ങിയത് എവിടെയാ? കരിപ്പൂർ എയർപോർട്ടിലാ. നിങ്ങളെ ഭർത്താവ്, എന്റെ സംസാരം കേൾക്കുന്ന ഭാര്യമാരോട് ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവ് രാത്രി 3 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുമെങ്കിൽ അന്ന് രാത്രി ഉറക്കുണ്ടോ? അന്ന് രാത്രി മാത്രല്ല, ഓൻ വരിക എന്ന് പറഞ്ഞ അന്ന് മുതൽ ഉറക്കില്ല. കുട്ടികൾക്ക് ഉറക്കില്ല. കുട്ടികൾ 2 മണിക്കൂർ നേരത്തെ എയർപോർട്ടിലെത്തി, തുള്ളിച്ചാടുകയാണ്. പ്ലെയിൻ വന്നിറങ്ങി, ഉപ്പപ്പ പുറത്തേക്ക് വരും. സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും വീടിന്റെ മുകളിൽ അസ്സമാഉദ് ദുനിയ, മേൽപോട്ട് നോക്കിയാൽ കാണുന്ന ആകാശത്ത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് 55 കൊല്ലമായി എന്നെ തെരഞ്ഞു വരുന്നു. ഒരു ദിവസമെങ്കിലും എഴുന്നേറ്റ് നമസ്കരിച്ച് റബ്ബേ എന്ന് വിളിക്കാൻ സാധിക്കാത്ത എനിക്ക് പരലോകത്ത് എന്ത് പരിഗണന കിട്ടുക? നിങ്ങൾ പറയും. നിങ്ങളെ ഭർത്താവ് വരുമ്പോ, അല്ലെ വാപ്പ വരുമ്പോ, മക്കൾ വരുമ്പോ, നേതാക്കന്മാർ വരുമ്പോ, അതിഥികൾ വരുമ്പോ സ്വീകരിക്കാൻ നമ്മൾ പോയില്ലെങ്കിൽ എന്താ സ്ഥിതി? ആലോചിച്ചോ. ഞാനിത് കൊണ്ടോട്ടി അടുത്തൊരു പള്ളിയിൽ പ്രസംഗിച്ചപ്പോ അവിടുത്തെ പ്രവർത്തകന്മാർ പറഞ്ഞു, മൗലവി നിങ്ങൾ പറഞ്ഞ സംഗതി ഇന്നലെ സംഭവിച്ചു. കരിപ്പൂർ എയർപോർട്ടിൽ നിതാക്കത്തിൽപ്പെട്ട് സൗദി അറേബ്യയിൽ നിന്ന് 45 കൊല്ലം ഇവിടെ കച്ചവടം നടത്തിയ ഒരാള് നിതാക്കത്ത് എന്ന പുതിയ നിയമത്തിൽ കച്ചവടം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരികയാണ്.
ആ വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ വന്ന ഭാര്യന്റെയും മക്കളെയും വാഹനം ബ്ലോക്കിൽ പെട്ട് കുടുങ്ങിപ്പോയി. ഇയാള് പുറത്തിറങ്ങിയപ്പോ ഭാര്യന്റെ മക്കളും കാണാനില്ല. ഇയാൾ ചിന്തിച്ചാ എന്താ അറിയോ, 45 കൊല്ലമായി ഞാൻ വരുമ്പോ പെട്ടിയും സൂട്ടും സാധനവും പൈസയായിട്ട് വരുമ്പോ എന്നെ സ്വീകരിക്കാൻ അവിടെ മുന്നേ എത്തിയ എന്റെ ഭാര്യയും മക്കളും എനിക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോ എന്നെ അവഗണിച്ചു എന്ന തോന്നലുണ്ടായി. അയാൾക്ക് ഭ്രാന്തുണ്ടായി. എയർപോർട്ടിനുള്ളിലേക്ക് ഓടി, കൗണ്ടറുകളിലൂടെ ഓടി, പാസ്പോർട്ട് വലിച്ചെറിഞ്ഞു, ലഗേജ് വലിച്ചെറിഞ്ഞു. 2-3 സെക്യൂരിറ്റിന്റെ ആളുകൾ അമർത്തി പിടിച്ച് അയാളെ കൊണ്ടുപോയത് വീട്ടിലേക്കല്ല, ഭ്രാന്താശുപത്രിയിലേക്കാണ്. അറിയോ? എങ്കിൽ ഈ സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, എല്ലാ ദിവസവും രാത്രി 3-2 ഭാഗം കഴിയുമ്പോ ഈ 1-ാം ആകാശത്തിൽ വരുന്നു, ചോദിക്കുന്നു, ഹൽ മിൻ സായിലിൻ, എന്താ വേണ്ടത് ചോദിച്ചോളി, ഞാൻ തരാ. ചോദിക്കൂല. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആർക്കാണ് പാപമോചനം വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ തരാം. ചോദിക്കാതെ പാപഭാരവുമായി ദുനിയാവിലേക്ക് നമ്മെ തിരഞ്ഞു വന്ന അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് തിരിച്ചെത്തിയാൽ എന്തായിരിക്കും അള്ളാഹിന്റെ മറുപടി, പ്രതികരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ ഇൻദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ എങ്ങനെയാണോ പരിഗണിച്ചത് അതുപോലെ ഞാൻ അവനെയും പരിഗണിക്കുള്ളൂ. തീർത്ത് പറഞ്ഞു കേട്ടോ, അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട. തതജാഫാ ജുനൂബഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വെള്ളിയാഴ്ച സുബഹി, ഒരാഴ്ചയിൽ ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ജുമുഅയല്ല, വെള്ളിയാഴ്ച സുബഹിയാ. അറിയാം നിങ്ങൾക്ക്? പള്ളി നിറഞ്ഞു കവിയും. ആ നമസ്കാരത്തിൽ പ്രവാചകൻ സെലക്ട് ചെയ്ത 2 സൂറത്തുകളുണ്ട്. ഒന്ന് സൂറത്തു സജദ. ആ സജദയിൽ അല്ലാഹ് പറയാ, ഒരലാറുമില്ല, മുട്ടി വിളിക്കാൻ ആളുകളില്ല, സമയമായോ നോക്കാൻ വാച്ചില്ല. സഹോദരന്മാരെ ചിന്തിക്കണം. പകലന്തിയോളം കതിരോന്റെ താഴെ അല്ല, സൂര്യന് താഴെ ജോലി ചെയ്ത് തളർന്ന് വീണുറങ്ങുന്ന സഹാബികൾ, ഒരലാറത്തിന്റെയും സഹായമില്ലാതെ, ഒരാളും മുട്ടി വിളിക്കാനില്ലാതെ അള്ളാഹു 1-ാം ആകാശത്തേക്ക് വരുന്ന ആ സമയം ചാടി എഴുന്നേൽക്കുന്നു. തതജാഫാ ജുനൂബഹും അനിൽ മവാജിഇ. ഏറ്റവും സുഖമുള്ള ഉറക്കപ്പളാണ്, ഏറ്റവും സുഖമുള്ള ഉറക്കപ്പളങ്ങൾ പറയും. ആ സമയത്തല്ലേ അവിടുന്ന് അവർ കിടക്കുന്ന വിരിപ്പിൽ നിന്ന് അവർ ചാടി എഴുന്നേൽക്കുന്നു. ഖൗഫൻ വതമഅൻ, അള്ളാഹുവിന്റെ ശിക്ഷയിലുള്ള ഭയം, അള്ളാഹിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ, അത് വിതരണം ചെയ്യുന്ന ഈ സമയത്ത് എന്റെ ശരീരത്തിന്റെ ഉറക്കമെന്ന ആവശ്യത്തെക്കാൾ, മിനുമിനുപ്പുള്ള എന്റെ ബെഡിനേക്കാൾ, എന്റെ പുതപ്പിനേക്കാൾ എനിക്ക് പ്രധാനം റബ്ബിന്റെ ഔദാര്യമാണ്. അതില്ലാതെ മരിച്ചു പോയാൽ എന്നെ പരസ്യം പരിഗണിക്കൂല എന്ന ബോധത്തിൽ ചാടി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന സ്വഹാബികളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് സൂറത്തു സജദയിൽ കാണാം. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കച്ചവടമോ കൊടുക്കൽ വാങ്ങലുകളോ ഭൗതിക ജീവിതത്തിന്റെ ശീതള ഛായയോ അള്ളാനെ വിളിക്കുന്നതിൽ, അള്ളാനെ സ്മരണ നിലനിർത്തുന്നതിൽ, അള്ളാനെ പരിഗണിക്കുന്നതിൽ അവർക്ക് തടസ്സമായില്ല. അവരാണ് ആണുങ്ങൾ എന്നാ, റിജാൽ എന്നാ ഖുർആൻ ഉപയോഗിച്ചത്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാഹു തന്ന വീട്, സഹോദരന്മാരെ, നമ്മുടെ നേതാവ് താമസിച്ച വീടിന് ചുമരുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹുവിന്റെ വീടിന്റെ ചുമര് പകുതിയേ ഉള്ളൂ. എഴുന്നേറ്റ് നിന്നാ പള്ളിയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കാണും. അത്രയും പൊട്ടിപ്പൊളിഞ്ഞ വീട്ടില് രാത്രി ഒരു പക്ഷേ ഭക്ഷണം ഉണ്ടാവൂല. കാരക്കയും പച്ചവെള്ളം കുടിച്ച് കടന്നു. 12 വയസ്സായ ഒരു കുട്ടി പ്രവാചകന്റെ വീട്ടിൽ കയറി കൈമേൽപോട്ട് പൊന്തിച്ചാൽ കൈ മുകളിൽ തട്ടും. അപ്പൊ എത്ര ഉയർന്നു ചെയ്യല്ലോ. 12 വയസ്സായ ഒരു കുട്ടി പ്രവാചകന്റെ, ഈ കുട്ടികളുടെ കൂട്ടത്തിൽ 12 വയസ്സായ കുട്ടികൾ ഉണ്ടാവും. അവര് പ്രവാചകന്റെ വീട്ടിൽ കയറി കൈ ഇങ്ങനെ പൊന്തിച്ചാൽ മുകളിൽ തട്ടും. അപ്പൊ ഉയരം മനസ്സിലായല്ലോ. ആ കുട്ടി ഒന്ന് നീണ്ടു നിവർന്ന് കിടന്നാല് തല വടക്കേ ഭാഗത്തും തട്ടും, കാല് തെക്കേ ഭാഗത്തും തട്ടും. അപ്പൊ സ്ക്വയർ ഫീറ്റ് മനസ്സിലായല്ലോ. അതിനുള്ളിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഈ മനുഷ്യൻ കാലിൽ നീരുകെട്ടുമാറി നമസ്കരിച്ചത് ളുഹറല്ല, അസറല്ല, മഗ്രിബല്ല, സുബഹിയല്ല, തഹജ്ജുദാണ്. കാരണം അള്ളാഹു ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ എഴുന്നേൽക്കണം. ഒന്നാമത്തെ മര്യാദ. എഴുന്നേൽക്കുമ്പോഴുള്ള സുന്നത്തൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എഴുന്നേൽക്കുന്ന സമയം ഇതായിരിക്കണം. നിങ്ങൾക്കൊരു ബന്ധുണ്ട് നിൽക്കുക, അയാളെ വീട്ടിൽ നിങ്ങൾ ഇതുവരെ പോയില്ല, സന്ദർശിച്ചില്ല. അയാൾക്ക് എന്ത് ബന്ധം ഉണ്ടാകുക?
അള്ളാനെ നമ്മൾ സന്ദർശിക്കണില്ല. അള്ളാനെ കാണാൻ താല്പര്യമുണ്ട് നമുക്കായിരിക്കും. നമുക്ക് ആരൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ട്? എൻ്റെ നാട്ടില് വയനാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞു. അവിടെ മത്സരിച്ചത് ഇയാളായിരുന്നു, ഇന്ദിരാഗാന്ധിന്റെ മോൻ. അയാള് വരുന്ന സമയത്ത് എന്തായിരുന്നു അങ്ങാടി, ആണും പെണ്ണും ഒരു നോക്ക് കാണാൻ. ഞാൻ കുറ്റം പറയല്ല. ഈ ആളൊക്കെ വീട്ടിൽ അള്ള വന്നിട്ടില്ലേ? എന്നിട്ട് ആരെങ്കിലും പോയി കാത്തുനിന്നോ? പരിശോധിച്ച് നോക്കിക്കള്. നേതാക്കന്മാരെ കാണാൻ, സെലിബ്രിറ്റികളെ കാണാൻ, ബാപ്പനെ കാണാൻ, ഭർത്താവിനെ കാണാൻ, അതിനേക്കാളെല്ലാം താഴെയാണോ അള്ളാഹു? അല്ല, അള്ളാഹു വരുന്നു, ആ സമയം എഴുന്നേൽക്കുകയാണ്. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? മനസ്സിലാക്കണം. ഇന്നു മുതൽ അലാറം ബാക്കോട്ട് തിരിയണം. എന്നിട്ടോ സൂറത്ത് അഹ്സാബ് മറിച്ച് നോക്കേണ്ടി. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സൂറത്ത് അഹ്സാബ്. മുസ്ലിമായ ആണ് പെണ്ണ്, മുഅ്മിനായ ആണ് പെണ്ണ്, സത്യം പറയുന്ന ആണ് പെണ്ണ്, ക്ഷമിക്കണ ആണ് പെണ്ണ്, നോമ്പ് നോൽക്കണ ആണ് പെണ്ണ്, കുറെ കാറ്റഗറി ഇങ്ങനെ കമ്പാർട്ട്മെന്റ് പറയണല്ലോ. അതിലൊരു കമ്പാർട്ട്മെന്റിന്റെ പേരെന്താ അറിയോ? അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആണ്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പെണ്ണ്. ധാരാ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ്. മുഴുവൻ തഫ്സീർ മറിച്ച് നോക്ക്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്. ആയിട്ടുണ്ടോ? ഇത്രയും കാലം എത്ര ദിവസം അത് നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കണം. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? സ്വഹാബികളെ പറ്റി തൗറാത്തിലും പരാമർശമുണ്ട്, ഇഞ്ചിയിലും ഉണ്ട്. കാരണം സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോ ആറുള്ളോലൊക്കാണ്ട് സ്വഹാബിയായി അല്ല, അള്ളാ സെലക്ട് ചെയ്തതാ. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിക്കാൻ അള്ളാ തെരഞ്ഞെടുത്ത ആളുകളാ സ്വഹാബികൾ. ചില ആള് പ്രവാചകൻ ജീവിച്ചിരിക്കെ മുസ്ലിമായില്ല, കണ്ടിണ് മുസ്ലിമായില്ല. പ്രവാചകൻ വഫാത്തായി മുസ്ലിമായി, സ്വഹാബിയാവൂല. പേർഷ്യയിൽ ജനിച്ചു സൽമാൻ ഫാരിസ്, ഇറാനിലാണ് ജനിച്ചത്, സ്വഹാബിയായി. എന്താ കാര്യം? അള്ളാഹ് തെരഞ്ഞെടുത്തു. എന്താ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം? സൂറത്ത് പരിശുദ്ധ ഖുർആൻ പരിശോധിക്കൂ, കാണാം. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. സ്വഹാബികളുടെ മുഖത്ത് രാത്രി ഉറക്കൊഴിച്ച് ദീർഘമായി തഹജ്ജുദ് നമസ്കരിച്ച ആ ഉറക്കച്ചവിട്, അതാണ് അസറു സുജൂദ്. അല്ല നിസ്കാരത്തഴമ്പ് മാത്രല്ല, അവരുടെ മുഖത്ത് കാണാം പ്രവാചകരെ താങ്കൾക്ക്. എന്ത്? ഇന്നലെ രാത്രി ദീർഘസമയം നമസ്കരിച്ചതിന്റെ അടയാളം. എന്താ അങ്ങനെ നീണ്ടുപോയത്? ആദ്യമായി നിർബന്ധമാക്കിയ നമസ്കാരം തഹജ്ജുദ. സൂറത്തു മുസ്സമ്മിൽ മറിച്ച് നോക്ക്. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, എഴുന്നേൽക്ക് നമസ്കരിക്ക്. ഇല്ലാ ഖലീൽ, കുറച്ചൊഴികെ. നിസ്ഫഹു, പകുതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാത്രി പകുതി നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ട നമസ്കാര തഹജ്ജുദ്. രാത്രി പകുതി മണിക്കൂർ എത്രയായി? അങ്ങനെ 3-4 മണിക്കൂർ തുടർച്ചയായി നമസ്കരിച്ച ആ ക്ഷീണം, ഉറക്കൊഴിഞ്ഞ അടയാളം, അങ്ങനെ നിസ്കാരത്തഴമ്പ്, നിസ്കാരത്തിന്റെ അടയാളം അവരുടെ മുഖത്ത് കാണാം. ദാലിക മതലുഹും ഫി തൗറാത്ത്. അതാണ് സ്വഹാബികളെ പറ്റി തൗറാത്തിൽ പറഞ്ഞ അടയാളം, അല്ലാതെ നെകളും വീതിയൊന്നും അല്ല. അവരുടെ മുഖത്തുകാട് നോക്കിയാല് അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് വരുന്ന സമയത്ത് മണിക്കൂറുകളോളം നിന്നും സുജൂദ് ചെയ്ത് നമസ്കരിച്ചതിന്റെ അടയാളം പ്രവാചകരെ താങ്കൾക്ക് കാണാം. അവർക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ, ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾക്ക് കിട്ടേണ്ട ആത്മബലം ദുനിയാവിന്റെ എല്ലാ വഞ്ചനകളെയും മറികടന്ന്, എന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ മോശമായ ആഗ്രഹങ്ങളെയും മറികടന്ന് അള്ളാന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ,
ദീനിയായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആത്മബലം കിട്ടേണ്ടത് ഈ നമസ്കാരത്തിലെ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ടാണ് ദഅവത്തിന് വേണ്ടി കൽപ്പിച്ച സൂറത്ത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, എഴുന്നേൽക്ക്, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്ക്. അതിന് നിനക്ക് അസാമാന്യമായ ക്ഷമ വേണ്ടി വരും, സഹനശക്തി വേണ്ടി വരും. അത് എവിടുന്നാ കിട്ടുക? വറബ്ബക ഫകബ്ബിർ. തക്ബീർ ചൊല്ല്, അള്ളാഹ്നോട് ചോദിച്ചു വാങ്ങും. നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എല്ലാം ചോദിച്ചു വാങ്ങിയത് തഹജ്ജുദിലാണ്. നോക്കൂ നിങ്ങൾ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പ്രാർത്ഥനകളുണ്ട്, നമ്മൾ കാണാതെ എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, ഈമാനികമായി ഈമാനിന്റെ അംബാസഡറാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നാൽ ഇബ്ലീസ് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കളയുന്ന അത്ര പേടിയാണ് ഇബ്ലീസിന്. എന്താണ്? ശരീരം കണ്ടിട്ടല്ല, ഈമാന്റെ പവർ. എവിടുന്നാ കിട്ടിയത്? സുജൂദിൽ ചോദിച്ചു വാങ്ങിയതാ. അല്ലാഹുമ്മ ഇന്നി ലഈഫുൻ ഫഖവ്വിനി, അല്ലാഹുമ്മ ഇന്നി ഫഖീറുൻ ഫഅഗ്നിനി, അല്ലാഹുമ്മ ഇന്നി ദലീലുൻ ഫഇസ്നി. ഉമറുൽ ഫാറൂഖിന്റെ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥനയാണ്, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥനയാണ്, കരളലിയിപ്പിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുവേ ഇന്നി ലഈഫുൻ, ഞാൻ ബലഹീനനാണ് റബ്ബേ, ഫഖവ്വിനി, നീ എനിക്ക് ശക്തി നൽകണം. ഏത് ശക്തിയാ അത്? ഏത് ശക്തിയാ? ശാരീരിക ശക്തിയാണോ? അല്ല. എന്തേ അല്ല എന്ന് പറയാൻ കാരണം? ഉമർ അള്ളാഹുവിന്റെ അത്ര ശാരീരിക ക്ഷമതയുള്ള സ്വഹാബികൾ ആരാണുള്ളത്? എല്ലാവരും രഹസ്യമായി ഹിജ്റ പോയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പരസ്യമായിട്ടാണ് പോയത്. ആയുധങ്ങളൊക്കെ എടുത്ത്, ഹിജ്റക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ എടുത്ത് കഅബന്റെ അടുത്ത് വന്നപ്പോ എല്ലാ തമ്പരാക്കന്മാരും ഉണ്ട് കഅബന്റെ അടുത്ത്. എല്ലാവരെയും കേൾക്ക ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം ഭാര്യയെ വിധവയാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം മക്കളെ യതീമുകളാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽയൽഖിനി ബിജാനിബി ഹാദിഹിൽ വാദി, ആ കാണുന്ന മലഞ്ചെരിവിൽ ഞാനുമായി ഏറ്റുമുട്ടട്ടെ. ഉമറുദാ ഹിജ്റ പോകുന്നു. ആരാ അടുക്കാനുള്ള കടി വരീന്നാ പറഞ്ഞത്? അത്ര ആരോഗ്യമുള്ള മനുഷ്യൻ അള്ളാഹിനോട് പറയാ, അല്ലാഹുമ്മ ഇന്നി ലഈഫുൻ ഫഖവ്വിനി, അല്ലാഹുവേ ഞാൻ ബലഹീനനാണ് റബ്ബേ, എനിക്ക് നീ ശക്തി നൽകണം. ആ ശക്തി സഹോദരങ്ങളെ ഈമാനികമായ ശക്തിയാണ്. ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിന് മുമ്പിൽ അലിഞ്ഞു പോകുന്ന ഈമാനായിരിക്കും നിങ്ങൾക്കുള്ളത്. ഒരു സിനിമയുടെ മുമ്പിൽ ഉരുകിപ്പോകുന്ന ഈമാനായിരിക്കും നിങ്ങൾക്കുള്ളത്. നയാ പൈസ കിട്ടുമെങ്കിൽ മതത്തെ വലിച്ചെറിയാൻ മടിക്കാത്ത ഈമാനിക ദൗർബല്യം പേറുന്നവരാണ് നമ്മൾ. ഈ പ്രാർത്ഥന ഉമറുൽ ഫാറൂഖിനേക്കാൾ എത്രമേൽ ആവശ്യമുണ്ട് നമുക്ക് എന്ന് ചിന്തിക്കുക. അല്ലാഹുമ്മ ഇന്നി ലഈഫുൻ ഫഖവ്വിനി, അല്ലാഹുമ്മ ഇന്നി ഫഖീറുൻ ഫഅഗ്നിനി, ഞാൻ ഫഖീറാണ് പടച്ചവനെ, എനിക്ക് നീ ധന്യത നൽകണം. പൈസ തരണം നല്ലട്ടോ. നമ്മളെ വിചാരം ധന്യത എന്നാ എന്താ? പൈസ കിട്ടല. അല്ല, ഉമർ റളിയല്ലാഹു എന്ത് പൈസ ഉണ്ടായില്ലേ? 10 കൊല്ലം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ച ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകും. എച്ച് ജി വെൽസ് എന്നും ഇസ്ലാമിക വിരുദ്ധനാണ്, പ്രവാചക വിരുദ്ധനാണ്, മതവിരുദ്ധനാണ്, ഖുർആനിക വിരുദ്ധനാണ്. അയാളെ മുഴുവൻ രചനകളും ഇസ്ലാമിക എതിരാണ്. പക്ഷെ അദ്ദേഹം ഖലീഫമാരെ പറ്റി ഒരു പുസ്തകം എഴുതി. അതിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്തെ പറ്റി പരിശോധിച്ചു. ആ രാജ്യത്തിന്റെ പ്രത്യേകത സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം ജനങ്ങൾ സ്വയം പര്യാപ്തരായി എന്നതാണ്. ഞാൻ എന്റെ പരിശോധനയിൽ ഉമറുൽ ഫാറൂഖിന്റെ 20ഓളം സാമ്രാജ്യങ്ങൾ, 20 സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ച ചക്രവർത്തിന്റെ പേരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ 20 സാമ്രാജ്യത്തിലെ എന്റെ പഠനം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ആ 20 സാമ്രാജ്യത്തിലും സക്കാത്ത് വാങ്ങാൻ അർഹനായി ഞാൻ കണ്ടത് ഉമറിനെ മാത്രമായിരുന്നു. എന്താ പറഞ്ഞത്? ആ 20 സാമ്രാജ്യത്തിൽ സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ അർഹനായ ഒരു ദരിദ്രനെ ഞാൻ കണ്ടത് ഉമറിന്റെ വീട്ടിലായിരുന്നു. മനസ്സിലായോ? പിന്നെന്താ ധന്യത? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. പടച്ചോനെ, 10 കൊല്ലം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ച് മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ ലക്ഷക്കണക്കിന് ദിർഹം കടത്തിലായിരുന്നു അദ്ദേഹം. 1,30,000-ഓളം ദിർഹം. അത് മകൻ ഏറ്റെടുത്ത് വീട്ടിയതിന്റെ ശേഷം മയ്യത്തെടുത്തത്. പൈസ ഉണ്ടാക്കുക, ധന്യത എന്ന് പൈസ ഉണ്ടാവലല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. അതെനിക്ക് തരണേന്നാ പ്രാർത്ഥിച്ചത്. ഞാൻ നിസ്സാരനാണ് റബ്ബേ, നീ എനിക്ക് ഇസ്സത്ത് നൽകണം. കൊടുത്തില്ലേ പടച്ചോൻ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ വളർച്ച എത്രയാ?
ഇനിയൊരു പ്രവാചകൻ ഈ ഉമ്മത്തിനുണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമറു നബിയ, ഉമർ ഒരു പ്രവാചകനാകുമായിരുന്നു. ഇനി എവിടുക്കാ വളരുന്നത്? ചോദിച്ചു വാങ്ങിയതാ. എങ്ങനെയാ വഫാത്തായത് സഹോദരന്മാരെ? രക്തസാക്ഷിയായി. അവിചാരിതമായി സംഭവിച്ചതാണോ? അല്ല, ചോദിച്ചു വാങ്ങിയതാ. എപ്പോ? തഹജ്ജുദിൽ. ഏത് സന്ദർഭത്തിൽ? സുജൂദിൽ. അറിയോ? അല്ലാഹുമ്മർസുഖ്നി അശ്ശഹാദത ഫീ സബീലിക് വഫീ ബിലാദി റസൂലിക് വഫീ മസ്ജിദി റസൂലിക്. ഉമറുൽ ഫാറൂഖിന്റെ പ്രാർത്ഥന റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ ഉർസുഖ്നി, നീ എനിക്ക് നൽകണം അശ്ശഹാദത ഫീ സബീലിക്, നിന്റെ മാർഗത്തിലെ രക്തസാക്ഷിത്വം. എത്ര യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തു, പക്ഷേ ഇതുവരെ എന്നെ ആരും കൊന്നില്ലല്ലോ, എനിക്ക് രക്തസാക്ഷിയാവാൻ സാധിച്ചില്ലല്ലോ. എന്റെ എത്ര കൂട്ടുകാർ നിന്നിലേക്ക് മാലാഖമാരായി പറന്നു വന്നു. അതുകൊണ്ട് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് രക്തസാക്ഷിത്വം കിട്ടണം. അത് എവിടുന്നെങ്കിലും കിട്ടിയാൽ പറ്റൂല. ഫീ ബിലാദി റസൂലിക്, നിന്റെ പ്രവാചകന്റെ ആഗമനത്തോടെ മദീനത്തു റസൂലായി മാറിയ ഈ മദീനയിൽ വെച്ച് എനിക്ക് രക്തസാക്ഷിത്വം വേണം. പോരാ, വഫീ മസ്ജിദി റസൂലിക്, നിന്റെ പ്രവാചകൻ 20,000-ൽ പരം പ്രാവശ്യം ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, ആയിരക്കണക്കിന് ഖുതുബ നിർവഹിച്ചിട്ടുള്ള, 10,000-കണക്കിന് ക്ലാസുകൾ എടുത്തിട്ടുള്ള, മാ ബൈന ബൈതി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പ്രവാചകൻ പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് റബ്ബേ എനിക്ക് രക്തസാക്ഷിത്വം വേണം. കൊടുത്തില്ലേ പടച്ചോൻ? സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നു, സൂറത്ത് യൂസുഫ് ഓതുന്നു. യൂസുഫ് എന്ന കുട്ടി നഷ്ടപ്പെട്ട യാക്കൂബ് എന്ന ബാപ്പ കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ഈ ആയത്തോതി പൊട്ടിക്കരഞ്ഞിടക്ക് അബൂ ലുഅ്ലുഅത്ത് എന്ന ജൂതൻ 9 കുത്തുകുത്തി. അള്ളാഹു എവിടെ വെച്ചാണോ അദ്ദേഹം രക്തസാക്ഷിത്വം ആവശ്യപ്പെട്ടത് ആ സ്ഥലത്ത് വെച്ച് കൊടുത്തില്ലേ? കൊടുത്തു. എങ്ങനെയാ വാങ്ങിയത്? ചോദിച്ചു വാങ്ങിയതാ. എപ്പോ? തഹജ്ജുദിൽ. എനിക്കും നിങ്ങൾക്ക് ശാരീരിക പ്രയാസല്ലേ? ഉണ്ട്. സാമ്പത്തിക പ്രയാസല്ലേ? ഉണ്ട്. മാനസിക പ്രയാസല്ലേ? ഉണ്ട്. കുടുംബപരമായ പ്രയാസല്ലേ? ഉണ്ട്. ഏതെങ്കിലും ഒരു രാത്രി ഒന്ന് പടച്ചോന്റെ മുമ്പിൽ കൈ ഉയർത്തി ഒന്ന് കണ്ടമിടറി കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ കിട്ടുക? ചോദിക്കാതെ തരട്ടേന്നാ. സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തെ ആയത്തോട് വായിച്ചാളി വീട്ടിൽ പോയിട്ട് ഖുൽ, നബിയെ പറയണം, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അല്ല നിങ്ങളെ പരിഗണിക്കുകയേയില്ല. അതാ നമുക്കൊക്കെ പറ്റിയത്. ഒന്നും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കില്ല. ചില പള്ളിയിൽ ചെന്നാൽ ഇമാം എന്തൊക്കെയോ പറയും, മറ്റോലും ഇങ്ങനെ ഒരു ഹാവിട്ട് ആമീൻ പറയും, അവിടെ ഇറങ്ങിപ്പോവും. അതില്ലാത്തോലോ 1-2 കാര്യം ചോദിക്കും, അപ്പുറത്തുള്ളവനൊക്കെ നീറ്റ് പോയാലും മൂപ്പരും പോയി. ചില മനുഷ്യന്മാര് സലാം വീട്ടിച്ച് 2ാമത്തെ സലാം വീട്ടുമ്പോഴത്തേന് ചെരുപ്പ് വെള്ളത്തേക്കാലെത്തും. ഇവിടെ ഇന്ന് 2 മിനിറ്റ് അള്ളാഹിനോട് പറയൂല. പരിശോധിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ ഒരു ദിവസം തുടങ്ങുകയാണ് നമ്മൾ. എങ്ങനെയാണ് ഒരു ദിവസം ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ പറഞ്ഞു വരുന്നത്? ഒരു ദിവസം തുടങ്ങേണ്ടത് തഹജ്ജുദിലാണ്. തഹജ്ജുദിൽ തുടങ്ങാത്ത വീട്ടിൽ ഒരു ബർക്കത്തും ഉണ്ടാവൂല. അവന്റെ ഒരാവശ്യം അള്ളാഹു പരിഗണിക്കൂല. അള്ളാഹു അവനെ തന്നോട് ചേർത്ത് നിർത്തൂല. ഞാനൊരു ഹദീസൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പരലോകത്ത് തടിച്ചുകൂടിയിരിക്കുന്നു കോടാനക്കോടി മനുഷ്യർ. അള്ളാഹു ചോദിക്കുന്നു, ഐനല്ലദീ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച എന്റെ അടിമകൾ എവിടെ? അള്ളാഹിന്റെ ചോദ്യം. ആ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞെന്നാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേ പ്രവാചകൻ പറഞ്ഞ എന്താ അറിയോ? കുറച്ചാള് കൈ പൊന്തിക്കും, എല്ലാവരും ഉണ്ടാവില്ല. ഒരു വീട്ടിൽ 4-5 മെമ്പർമാരുണ്ടെങ്കിൽ 5 ആള് നമസ്കരിക്കൂലല്ലോ. ആ നമസ്കരിച്ചവരെവിടെയെന്നാ ചോദ്യം. അവർ കൈബന്ധിക്കുന്നു. അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചിട്ടാണ് അള്ളാഹു ഇവിടെ വിചാരണ തുടങ്ങുക. മനസ്സിലായോ? അത്രമേൽ അള്ളാഹു സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, പ്രതിഫലാർഹമായ ഒരു ഇബാദത്തിലായിരിക്കണം ഒരു വിശ്വാസിയുടെ ദിവസം തുടങ്ങേണ്ടത്. ശേഷമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. നമ്മുടെ ആത്മബലം, നമുക്കാവശ്യമുള്ള ഇഹപര മുഴുവൻ കാര്യങ്ങളും ചോദിച്ചാൽ കിട്ടും, ഒരു സംശയമില്ല. അള്ള ഇങ്ങോട്ട് ചോദിക്കുക, ആർക്കാ വേണ്ടത്? അപ്പൊ പിന്നെ ചോദിച്ചാൽ തരാതെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മഹത്വത്തിന് പോലും ചേർന്നതല്ല, തരുന്നുള്ള ഉറപ്പാ. പക്ഷെ ചോദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. തഹജ്ജുദ് നമസ്കാരത്തിൽ ഒരു ദിവസം ആരംഭിക്കണം. അള്ളാഹു അങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കുന്ന, അതിലൂടെ പ്രാർത്ഥിച്ച് എല്ലാ ആവശ്യങ്ങളും ചോദിച്ചു വാങ്ങുന്ന, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന, ഈ തഹജ്ജുദ് നമസ്കരിച്ച എവിടെ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമാറ് ആ നമസ്കാരത്തെ മരണം വരെ മാറോട് ചേർത്ത് നിലനിർത്തുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.